പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ഒരുപാട് സഹോദരിമാർ ഭർത്താക്കന്മാരെ പറ്റി പരാതി പറയാറുണ്ട്. എന്താ പരാതി? ഭർത്താവിന് ജോലിക്ക് പോകാൻ മടിയാണ്. അതിന് ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ ശമ്പളം കിട്ടുന്നില്ല. ജോലിയുണ്ട്, ശമ്പളവും കിട്ടുന്നുണ്ട്, വരുമാനമൊക്കെ ഉണ്ട്, പക്ഷെ വരുമാനം തികയുന്നില്ല. ഭർത്താവിന് ജോലിക്ക് പോകാൻ മടിയാണ്. അതുപോലെ ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ മടിയാണ്. ജോലി എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു മടി. ഇങ്ങനെ ഭാര്യയ്ക്ക് മടി, ഭർത്താവിന് മടി, ഭാര്യയ്ക്ക് രോഗം, ഭർത്താവിന് രോഗം, മക്കൾക്ക് മടി, മക്കൾക്ക് സ്വഭാവദൂഷ്യം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ വലിയൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വിശുദ്ധമായ ഇസ്ലാമിൽ കാണാം. ആത്മീയമായ മരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഒരു ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് പഠിക്കാം. അതുപോലെ തന്നെ 3 സൂറത്തുകളുണ്ട്. അപ്പോൾ മൊത്തം 5 കാര്യം ഇൻഷാ അല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് ഓതേണ്ടത്, ഏതൊക്കെ സൂറത്താണ്, വിശദമായി നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, നല്ല ദീർഘായുസ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളില്ലാത്ത നല്ല ഒരു ജീവിതം, രോഗങ്ങളില്ലാത്ത, അതുപോലെ പ്രയാസ പ്രതിസന്ധികളില്ലാത്ത ഖൈറായ ഒരു ജീവിതം, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമാണ്. അൽഹംദുലില്ലാ. മനസ്സറിഞ്ഞ് നമുക്കൊക്കെ ഒരു അൽഹംദുലില്ലാ പറഞ്ഞാലോ? മനസ്സറിഞ്ഞ് എല്ലാവരും പറഞ്ഞ് നമുക്കൊക്കെ ഒരുപാട് നിഅമത്ത് പടച്ചോൻ തന്നിട്ടുണ്ട് അല്ലേ? ചെറുതും വലുതുമായ ഒരുപാട് നിഅമത്തുണ്ട്. എല്ലാം അല്ലാഹുവേ നീ തന്നതാണ്, ഞങ്ങളുടെ ഒരു കഴിവുമല്ല. ഒന്നുകൊണ്ടൊന്ന് മനസ്സറിഞ്ഞെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ പറയ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. കുറഞ്ഞത് ഒരു ദിവസം 33 പ്രാവശ്യമെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറന്നു പോകരുത് കേട്ടോ. അതായത് ഒരു വക്കത്ത് നമസ്കാരത്തിന് ശേഷം തന്നെ നമ്മൾ 33 വട്ടം പറയാറുണ്ട് അല്ലേ അൽഹംദുലില്ലാ എന്ന്. അത് ചുരുങ്ങിയതാണ്. അതായത് 33 ചുരുങ്ങിയതാണ്. എത്ര വേണമെങ്കിലും നമുക്ക് അധികരിപ്പിച്ച് പറയാം. നമ്മൾ എത്രമാത്രം അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന് പറയുന്നു, അത്രമാത്രം നിഅമത്തുകൾ, അത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് അധികരിപ്പിച്ച് തരും എന്ന് വിശുദ്ധമായ ഖുർആനിൽ തന്നെയുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, നമുക്ക് ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ചയാണ്. നമ്മൾ പരമാവധി വിശുദ്ധമായ സഫർ മാസത്തിൻ്റെ 3ാമത്തെ തിങ്കളാഴ്ച ദിവസമാണ്. സ്വലാത്ത് അധികമായി പറയുക. ഇനി ഒരു തിങ്കളാഴ്ച കൂടി നമുക്കേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റബീഉൽ അവ്വലിലായിരിക്കും. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളൊക്കെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ റബീഉൽ അവ്വലിലേക്ക് എത്തിക്കുകയും ഒരുപാട് സ്വലാത്തുകളും മദ്ഹുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പറയാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സഹോദരിമാർ പരാതി പറയാറുണ്ട്. എന്താ പരാതി പറയുന്നത്? ഉസ്താദേ, ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ ദുആരക്കണം. ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ ദുആരക്കണം. പിന്നെ മാത്രമല്ല, ഭർത്താവിന് ജോലിയുണ്ട്. പല സഹോദരിമാരും പലതരത്തിലുള്ള വിഷമമാണ് പറയുന്നത്. ഒന്ന്, ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ ഉസ്താദ് ദുആരക്കണം. രണ്ടാമത്തേത്, നല്ല ഒരു ജോലിയുണ്ട്, നല്ല സർക്കാർ ജോലിയാണ്, പക്ഷെ പോകാൻ മടിയാണ്. ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. അതുപോലെ തന്നെ കുറച്ച് സഹോദരിമാർ പറയുന്നത് ഗൾഫിലാണ് ഭർത്താവ് ഉള്ളത്, ജോലിയൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ, പക്ഷെ ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കെട്ടിക്കിടക്കുക. 1, 2, 3 മാസം, 4 മാസം, 6 മാസമൊക്കെ, 6 മാസത്തെ ശമ്പളമൊക്കെ കിട്ടാനുണ്ട്, ശമ്പളം കിട്ടുന്നില്ല. പിന്നെ മറ്റൊരു പരാതി എന്ന് പറഞ്ഞാൽ വരുമാനം തികയുന്നില്ല. ജോലിയുണ്ട്, വരുമാനമുണ്ട്, പക്ഷെ അത് തികയുന്നില്ല, ഭയങ്കര പ്രയാസമാണ്. പിന്നെയോ ചില സഹോദരിമാർ പറയുന്നത് ഭർത്താവിന് ഭയങ്കര രോഗമാണ്, എപ്പോഴും അസുഖമാണ്, എപ്പോഴും മടിയാണ്. പിന്നെയോ ഭർത്താവിന് ദുസ്വഭാവമാണ്, ഭർത്താവിന് ക്ഷീണമാണ്, ഉറക്കമാണ്, മടിയാണ്. ഇങ്ങനെ അനവധി പരാതികളാണ് പല സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരെ പറ്റി സങ്കടത്തോടെ പറയാറുള്ളത്. കാരണം വേറൊന്നുമല്ല, അവർക്ക് അറിയാം ഭർത്താവാണ് ഞങ്ങളുടെ കുടുംബം നോക്കേണ്ടത്, പക്ഷെ മൂപ്പരിങ്ങനെ ജോലിക്കൊന്നും പോകുന്നില്ല, എന്ത് ചെയ്യും? വലിയ വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാനടക്കമുള്ള ഭർത്താക്കന്മാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിൻ്റെ നെടുംതൂണാണ് ഭർത്താവ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെയാണ് അവൻ്റെ കുടുംബം നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പുരുഷനാണ് ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആ പൈസ കൊണ്ട് നല്ല ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഭാര്യക്കും കുട്ടികൾക്കും വാങ്ങിക്കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? പുരുഷനാണ്, ഭർത്താവിനാണ്. കുടുംബത്തെ പോറ്റാൻ പുരുഷന് ഒരുപാട് ഭർത്താവിന് ഒരുപാട് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ പ്രയാസമുണ്ട് ആർക്ക്? ഭാര്യക്കുമുണ്ട്. ഭാര്യക്കും ഒരുപാട് പ്രയാസമുണ്ടാകും, ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എൻ്റെ ചെറിയ കുട്ടിയുണ്ട്, 1.25 വയസ്സുണ്ട്, പെൺകുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ നമ്മൾ സ്നെഗ്ഗി എന്ന് പറയില്ല, സ്നെഗ്ഗി അതിട്ട് കൊടുക്കാൻ ഇപ്പോൾ കുട്ടികൾ പല വാശിക്കാരാണല്ലോ. അപ്പോൾ ഒരു കാല് നമ്മൾ സ്നെഗ്ഗി ഇടുമ്പോൾ ഒരു കാലിട്ടിട്ട് മറ്റേ കാലിടാൻ നേരത്ത് മറ്റേത് ഊരും. അപ്പോൾ നമ്മൾ ഒരു കാലിങ്ങനെ പിടിച്ചിങ്ങനെ ഇടുമ്പോൾ അത് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിലോ സിമ്പിളായിട്ട് കയറ്റിയിടും. അവർക്കതിൻ്റെ ട്രിക്ക് അറിയാം. അപ്പോൾ ഞാൻ പറയും, ഇത് നേരത്തെ അങ്ങോട്ട് ഇട്ടാൽ പോരായിരുന്നോ? പക്ഷേ നമ്മളിടാൻ നോക്കിയാൽ അതിട്ട് നടക്കൂല, അവർ കാലൂരിക്കറിയും. അപ്പോൾ അത് കാലൂരാതെ എങ്ങനെ ആ ഒരു സ്നെഗ്ഗി ഇടാം എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. മക്കളെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഇപ്പോൾ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ കുട്ടിയെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചാൽ എൻ്റെ അവസ്ഥ എനിക്കറിയാം. എന്നാൽ ദിവസങ്ങളോളം ഭർത്താക്കന്മാർ ചിലപ്പോൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകും, അല്ലെങ്കിൽ ഗൾഫിലാണ് ഭർത്താവ്, ആ ഓരോ രാവും പകലും ഒക്കെ ഈ പെണ്ണുങ്ങൾ മക്കളെ നോക്കൂലേ? അപ്പോൾ പെണ്ണുങ്ങൾക്കുള്ള സ്ത്രീകൾക്കുള്ള കഷ്ടപ്പാട് വേറെയാണ്, പുരുഷന്മാർക്കുള്ള കഷ്ടപ്പാട് വേറെയാണ്. രണ്ടുപേർക്കും ഒരുപോലെ കഷ്ടപ്പാടുണ്ട്. ആ രണ്ടുപേരുടെയും കഷ്ടപ്പാട് നമ്മൾ വകവെച്ചു കൊടുക്കണം. ചില സ്ത്രീകൾ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പരാതിയുടെ കെട്ടങ്ങോട്ട് അഴിച്ചുവിടുന്ന ചില സഹോദരിമാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരുടേതായ ജോലി കഴിഞ്ഞ് ചിലപ്പോൾ വലിയ പ്രയാസത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അവരൊക്കെ വന്നിരുന്നൊന്ന് റിലാക്സ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരെ എല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കണം, അങ്ങനെ നിർബന്ധം പിടിക്കരുത്. കാരണം അവരും അവരുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചൂടുവെള്ളം ചൂടാക്കാൻ ചിലപ്പോൾ മറന്നുപോയി കാണും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ ചിലപ്പോൾ താമസിക്കും. അപ്പോൾ അതിനു വേണ്ടി ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം എനിക്കുണ്ടാവരുത്, പുരുഷന്മാരെ നമുക്കുണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുടുംബത്തെ പോറ്റേണ്ട ബാധ്യത പുരുഷനാണ്, ഭർത്താവാണ്. അവൻ്റെ പൈസ കൊണ്ടാണ്, അയാളുടെ പൈസ കൊണ്ടാണ് ആ കുടുംബം നടക്കേണ്ടത്. എന്നാൽ നമ്മളിപ്പോൾ സ്ത്രീകൾക്ക്, ഇപ്പോൾ എൻ്റെ ഭാര്യ ഉൾപ്പെടെ, എൻ്റെ അനുജൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ പെങ്ങന്മാർ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടാകും മദ്രസയുടെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മരുമക്കൾ ട്യൂഷൻ എടുക്കുന്നുണ്ടാകും, നമ്മുടെ പേരക്കുട്ടികൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷൻ മാത്രമല്ല, ഓൺലൈൻ ക്ലാസ് മാത്രമല്ല, ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നുണ്ടാവാം, കേക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാകാം, അതുപോലെ തന്നെ തയ്യൽ ഉണ്ടാവാം, തയ്ച്ചു കൊടുക്കുന്ന ജോലി, അല്ലെങ്കിൽ ഈ വിത്ത് ഉണ്ടല്ലോ നമ്മുടെ ചീര, അതുപോലെ ജമന്തിയോ, അങ്ങനെ കുറേ ചെടികൾ, പൂക്കൾ, അതിൻ്റെയൊക്കെ വിത്തുകളുണ്ട്, അതൊക്കെ പാഴ്സലാക്കി കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ സഹോദരിമാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വരുമാനം കിട്ടും. അതിൽ നിന്നും ഇപ്പോൾ ഒരു മാസം 8,000 രൂപ കിട്ടും, ഒരു മാസം 5,000 രൂപ കിട്ടും. പക്ഷെ അതൊക്കെ ഒരു ബോണസാണ്. അതുകൊണ്ടല്ല നമ്മുടെ കുടുംബം പോറ്റേണ്ടത് പുരുഷൻ്റെ പൈസ കൊണ്ടാണ്. സ്ത്രീയുടെ പൈസ കൊണ്ട് കുടുംബം പോറ്റാൻ പാടില്ല, സാധനം വാങ്ങാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പുരുഷനാണ് അതിൻ്റെ ബാധ്യതയുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ പുരുഷന് ഇത്രമാത്രം ബാധ്യത ഉണ്ടായിരിക്കെ പല സഹോദരന്മാരുടെയും പരാതി, ഭർത്താവിന് മടിയാണ്, ഭർത്താവിന് രോഗമാണ്, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ നമുക്ക് കുടുംബത്തിൻ്റെ ഒരു താളം തെറ്റാൻ സാധ്യതയുണ്ട്. ഭർത്താക്കന്മാരെ നമ്മളാകുന്ന പുരുഷന്മാർ ജോലിക്ക് പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നില്ല എങ്കിൽ. അപ്പോൾ എൻ്റെ ഉമ്മമാരോടൊക്കെ ഇനി പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കോ, നമ്മുടെ ആൺകുട്ടികൾക്കോ, നമ്മുടെ ഭർത്താവിനോ, നമ്മുടെ വാപ്പക്കോ അങ്ങനെ ജോലിക്ക് പോകാൻ മടി, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, എപ്പോഴും തളർച്ച, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു ഇസ്മ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട്. ഏതാണ് ആ ഇസ്മ? യാ അർഹമർ റാഹിമീൻ എന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട്. യാ അർഹമർ റാഹിമീൻ എന്ന ഒരു ഇസ്മുണ്ട്. ഇത് ഭയങ്കര എഫക്റ്റീവായ ഒരു ഇസ്മാണ്,
ഭയങ്കര എഫക്റ്റീവായ ഇസ്മാണ്. അതായത് മഹാനായ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പല ഉസ്താദുമാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെ തൂരിസീന പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി വരുന്നുണ്ട്. അവർ വന്നിട്ട് പറയും, മൂസാ നബിയെ എനിക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണം, എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ ദുആരക്കണം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആരക്കും, പടച്ചോനെ ഈ സഹോദരിക്ക് നീ ഒരു ഖൈറായ കുട്ടിയെ കൊടുക്ക് റബ്ബേ. അപ്പോൾ അള്ളാഹു താല മൂസാ നബിയോട് പറയുന്നുണ്ട്, മൂസാ അവർക്ക് കുട്ടിയെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു വാർത്ത പറയുമ്പോൾ മൂസാ നബി സങ്കടത്തോടെ ആ ഒരു സംസാരം ആ സ്ത്രീയോട് പറയുന്നുണ്ട്. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കാരണം ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞാൽ ഒരു നല്ലൊരു കുട്ടി ഉണ്ടാവുക അല്ലേ. നമ്മുടെ കൂട്ടത്തിലുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. അള്ളാഹു താല അവർക്കൊക്കെ ഖൈറായ ഒരുപാട് മക്കളെ, നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു താല തന്നിട്ടുള്ള മക്കളിൽ സ്വലാഹിയത്ത് നിറച്ച് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ആ സഹോദരി ഭയങ്കര പ്രയാസത്തോടു കൂടി പോയി എന്നാണ്. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സഹോദരിയെ മൂസാ നബി കാണുമ്പോൾ കയ്യിൽ കുഞ്ഞുണ്ട്, ഒരു കൈക്കുഞ്ഞുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇത് ആരുടേതാ? ആ സമയത്ത് ആ സഹോദരി പറഞ്ഞു, ഇതെൻ്റെ കുട്ടിയാണ്, ഞാൻ വയറ്റിൽ ചുമന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ കുട്ടിയാണ്. അല്ല, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ലെന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹുവിനോട് ദ്വാരെന്ന്, പടച്ചോനെ ഇതെങ്ങനെ അത്ഭുതം സംഭവിച്ചു? നീയാണ് പറഞ്ഞത് നിന്റെ ഖലായിൽ ദുനിയാവിൽ ഈ സ്ത്രീക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഒരു കുട്ടിയുണ്ടല്ലോ. ആ സമയത്താണ് അള്ളാഹു പറയുന്നത്, മൂസാ ശരിയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു, പക്ഷേ എൻ്റെ ഇസ്മുകളിൽപ്പെട്ട യാ അർഹമർ റാഹിമീൻ, യാ റഹ്മാൻ യാ റഹീം എന്ന ഈ 2 ഇസ്മുകൾ ചേർത്ത് യാ അർഹമർ റാഹിമീൻ എന്ന ആ സുന്ദരമായ 2 ഇസ്മുകൾ പറഞ്ഞ് എന്നോട് അവർ ദുആ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവർക്ക് ഖൈറായ ഒരു കുട്ടിയെ കൊടുത്തു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അത്ഭുതപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് യാ അർഹമർ റാഹിമീൻ. ഈ ഒരു ഇസ്മ എന്ത് ചെയ്യണം? സുബഹി നമസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിൻ്റെ ദിക്ർ ഔറാദുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഒരു 101 തവണ 101 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ഒരു മൊന്ത വെള്ളത്തിലോ പാത്രം വെള്ളത്തിലോ ഇഷ്ഫി, ഊതലല്ല, ഹൂ എന്ന് പറഞ്ഞ ഊതലല്ല, ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് 101 പ്രാവശ്യം ഈ ഒരു ഇസ്മ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ഇസ്മ 101 വട്ടം പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ചായയാക്കിയോ അല്ലെങ്കിൽ വെള്ളമാക്കിയോ ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുക. സ്വാഭാവികമായ സംശയമുണ്ടാകും, ഭർത്താവ് ഗൾഫിലാണ് ഉസ്താദെ, എങ്ങനെയാണ് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ പറ്റുക? വേണ്ട, ഈ 101 പ്രാവശ്യം ഈ ഇസ്മ പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആരക്ക്, അല്ലാഹുവേ പടച്ചോനെ എൻ്റെ ഇക്ക, അദ്ദേഹത്തിൻ്റെ ജോലി, മൂപ്പരുടെ ജോലി നീ ഖൈറാക്കി കൊടുക്കണം, മൂപ്പരുടെ മടിയൊക്കെ മാറണം, ദുസ്വഭാവം മാറണമെന്ന് നമ്മൾ നല്ലവണ്ണം ഉമ്മമാരെ നിങ്ങൾ ദുആ ചെയ്യുക കേട്ടോ. ഇത് ഭർത്താവിന് മാത്രം കൊടുക്കാനല്ല, ആ 101 വട്ടം യാ റഹ്മർ റഹീമിൻ എന്ന് പറഞ്ഞ ആ ഇസ്മ നമ്മൾ മന്ത്രിച്ച വെള്ളം അത് നമുക്കും കുടിക്കാം, നമ്മുടെ മക്കൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ, ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണാങ്കട്ടയും കരിയിലയും പോലെയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും പോലെയാണ്. ഈ മണ്ണാങ്കട്ടയും കരിയില, മണ്ണാങ്കട്ട എന്ന് കിട്ടില്ലേ, മണ്ണിൻ്റെ കട്ട, കരിയില അല്ലേ. കരിയില എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് വന്നാൽ പറന്നു പോകും. ഈ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി ഒരു യാത്ര പോയ കഥ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അല്ലേ. അവരിങ്ങനെ യാത്ര പോകുമ്പോൾ ശക്തമായ കാറ്റ് വരും. ആ സമയത്ത് എന്ത് ചെയ്യും? മണ്ണിൻ്റെ കട്ട എന്ത് ചെയ്യും? ആ കരിയിലയാകുന്ന തൻ്റെ സുഹൃത്തിൻ്റെ മുകളിൽ പോയി ഇരിക്കും അല്ലേ. അപ്പോൾ കാറ്റ് കൊണ്ട് അയാൾ പറന്നു പോകില്ല. പിന്നെ അവർ കുറച്ച് നടന്നു പോകുമ്പോൾ മഴ പെയ്യാൻ ഒരുങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കരിയില ആ മണ്ണാങ്കട്ടയുടെ പുറത്ത് അല്ലെ കയറി കിടക്കും. അപ്പോൾ എന്താണ്? അതിൽ നിന്നും, ആ മഴയിൽ നിന്നും സംരക്ഷണം. അപ്പോൾ ഇങ്ങനെയാണ് ജീവിതം. ഭാര്യ ഭർത്താവ്, മണ്ണാങ്കട്ടയും കരിയിലയുമാണ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോയാൽ വലിയ ഖൈറാൻ. ഏതെങ്കിലും ഒരാൾ പിന്മാറിയാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ സാമ്പത്തികമായ അതുപോലെ തന്നെ ശാരീരികമായ, നമ്മുടെ കുടുംബപരമായ എല്ലാ ഖൈറിനും വേണ്ടി എല്ലാ ഭർത്താക്കന്മാരും എല്ലാ ഭാര്യമാരും ഒരു ദിവസം 100 വട്ടമെങ്കിലും 100 വട്ടം ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ പറയാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇന്ന് തൊട്ട് മുറുകെ പിടിച്ചോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് 100 വട്ടം ചുരുങ്ങിയത് ഭാര്യ പറയണം, ഭർത്താവും പറയണം. എങ്കിൽ ആ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ വലിയ ഖൈറും സന്തോഷവും ഉണ്ടാകും. മിൻകുല്ലി ഹമ്മിൻ ഫറജ വമിൻകുല്ലി ലീഖിൻ മഖറജ എന്നാണ് ഹദീസിൽ കാണുന്നത്. ഈ ഒരു ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ എല്ലാ കുടുക്കുകളും അഴിഞ്ഞു കിട്ടുന്നതാണ്, എല്ലാ പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റിത്തരുന്നതാണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ, ഭാര്യ ഓതണം, ഭർത്താവും ഓതണം. ഓതണം? സൂറത്തുൽ മുസമ്മിൽ അല്ലെ, വിശുദ്ധ ഖുർആനിലെ 73ാമത്തെ സൂറത്താണ്. ഏതാണ്ട് 20 ചില്ലാനം ആയത്ത് മാത്രമുള്ള സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്തുൽ മുസമ്മിൽ പ്രത്യേകിച്ച് ഉമ്മമാരെന്ത് ചെയ്യുക? മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതുക. എന്നിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാനും
അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ എല്ലാ പ്രയാസങ്ങൾ മാറാനും മക്കളൊക്കെ ഖൈറായി കിട്ടാനും ഈ സൂറത്ത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ ദുഹ ഉണ്ട്, സൂറത്തുൽ ദുഹ. അതുപോലെ തന്നെ സൂറത്തു ഷറഹ്, അലം നഷ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന സൂറത്ത്, വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് തുടങ്ങുന്ന ആ രണ്ട് സൂറത്തുകളുണ്ടല്ലോ, സൂറത്തുൽ ദുഹായും സൂറത്തു ഷറഹും. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആശ്വാസവും സമാധാനവുമായിട്ട് അല്ലാഹു തആല ഇറക്കി കൊടുത്ത സൂറത്താണ്. ഈ രണ്ട് സൂറത്തുകൾ 11 ദിവസം മന്ത്രിച്ചിട്ട് വെള്ളം കുട്ടികൾക്ക് ഭർത്താവിനൊക്കെ കൊടുത്താൽ എന്ത് ചെയ്യും? വലിയ ഖൈറുണ്ടാകുമെന്നാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് ഇപ്പോൾ ഓർമ്മശക്തി കിട്ടുന്നില്ല, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, പഠിക്കാൻ മടിയാണ് എന്നൊക്കെ നമ്മൾ പലരും പരാതി പറയാറുണ്ട്. സൂറത്തു ഷറഹ്, അലം നഷ്റഹ് സൂറത്ത് 11 ദിവസം 11 പ്രാവശ്യം ഒരു ദിവസം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് അത് കുടിക്കുക, അത് കുറച്ചെടുത്ത് ശരീരത്ത് പുരട്ടുക. എന്താണ്? ബുദ്ധിവർദ്ധനവിനും അതുപോലെ തന്നെ മക്കളുടെ മടി മാറാനും ഒക്കെ നല്ലതാണ്. ഭർത്താവിന് നമുക്ക് ഈ വെള്ളം കൊടുക്കാം, അവർക്കും എല്ലാവിധ ഖൈറും ഉണ്ടാവും. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ചെയ്യാം. തിരിച്ച് ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാരും ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഈ സൂറത്തൊക്കെ ഓതി അതുപോലെ തന്നെ ഈ ഇസ്മുകളൊക്കെ പറഞ്ഞിട്ട് അവർക്കും കൊടുക്കാം. ചിലപ്പോൾ ചില ഭാര്യമാർക്ക് അടുക്കള ജോലി ചെയ്യാനേ തോന്നൂല, അടുക്കളയിലേക്ക് കയറാൻ തോന്നൂല, അങ്ങനെ മടി ആയ ചില ആളുകളുണ്ടാകും. അതൊക്കെ പൈശാചികമായിരിക്കും. അതൊക്കെ മാറാനാണ് ഈ ഇസ്മുകൾ പറഞ്ഞത്, ഈ സൂറത്തൊക്കെ നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ മഹത്തുക്കൾ പറയുന്നുണ്ട്, ഇപ്പോൾ ചില നമ്മുടെ കടകളിലൊക്കെ ചില സാധനങ്ങൾ വിറ്റുപോകില്ല അല്ലേ? ചിലപ്പോൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാവാം, പച്ചക്കറി ഉണ്ടാവാം, അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ഉണ്ടാവും, വിറ്റുപോകുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് 60 വട്ടം സൂറത്തുൽ ദുഹ വദ്ദുഹ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് അതൊരു വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം അല്പം എടുത്ത് ഇങ്ങനെ തളിക്കുക. അത് വെള്ളം തട്ടിയാൽ പ്രശ്നമുണ്ടാകുന്ന സാധനങ്ങളിൽ വെള്ളം തളിക്കരുത്. അതല്ലാത്ത സാധനങ്ങളൊക്കെ വെള്ളം തളിച്ചാൽ അത് ഇൻഷാ അല്ലാഹ് വേഗത്തിൽ വിറ്റുപോകുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമ്മളിവിടെ അല്ലാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് കൃത്യമായി മനസ്സിലാക്കി വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വലിയ നന്മയും സമാധാനവും സന്തോഷവും എല്ലാവിധത്തിലുള്ള റാഹത്തും എല്ലാവിധ ഖൈറും അല്ലാഹു തആല ഇരുലോകത്തും പടച്ചവൻ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദെ പ്രത്യേകം ദുആരക്കണേ, ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമാണ്, സങ്കടമാണ്. എത്രയോ ഉമ്മമാരാണ്. ഒരു മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞു. ഞാൻ ഓർത്ത് പടച്ചവനെ, ഞാൻ എന്തുണ്ടായിട്ടാണ്, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫضലുണ്ടോ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ആളുകളൊക്കെ കൂടിയിട്ട് ഉസ്താദ് ദുആരക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയിക്കേ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ നമ്മളെ പ്രതീക്ഷിച്ച് നമുക്കൊക്കെ വലിയ ദുആക്ക് ഇജാബത്തുണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരാണ് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ. അല്ലാഹുവേ പടച്ചവനെ, എനിക്കൊന്നും ഒരു കഴിവുമില്ല. പറയുന്ന ഈ അല്ലാഹുവേ നിന്റെ ഇസ്മുകൾ, അതുപോലെ ഇസ്തിഗ്ഫാറുകൾ, അതുപോലെ നിന്റെ ഖുർആൻ വചനങ്ങൾ, നിന്റെ ഹബീബായ തങ്ങളുടെ സ്വലാത്ത്, ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, കടങ്ങൾ ദൂരീകരിച്ച് തരണേ അല്ലാ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീ മാറ്റിത്തരണേ അല്ലാ, ജോലിയിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. എല്ലാവിധ ഷർബല മുസീബത്ത് ആപത്ത് കണ്ണേർ സിഹർ എല്ലാത്തിനും തൊട്ടുമുള്ള വലിയ കാവലും സലാമത്തും നൽകണേ അല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.